ഒരു വലിയ സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. വലിയ സന്തോഷ വാർത്ത. നമ്മളും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വലിയ സുപ്രധാനമായ സംഭവം സംഭവിക്കാൻ പോകുന്നു. ഒരു വിസ്ഫോടനാത്മകമായ സംഭവം. പലർക്കും കുരുപൊട്ടും, പലരുടെയും കരച്ചിൽ തുടങ്ങും, പലതും സംഭവിക്കും. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചെത്തിക്കുവാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. തിരിച്ചുവരവിന്, ഗംഭീര തിരിച്ചുവരവിന് കളമൊരുക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ അങ്ങ് കൈവിടാൻ ഉദ്ദേശമില്ല. ഇടപെടലുകളും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തതും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ വെറുതെയാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു പെണ്ണ് കേസിൽ ഒരു അപവാദ പ്രചരണത്തിലൂടെ വീഴ്ത്തിയ ആളുകൾ തങ്ങളുടെ മൂന്നാം ഊഴത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ കസേര സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു 2025 ഓഗസ്റ്റിൽ, അതായത് 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞ് 2026 ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് 2016 ഏതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ചോ പണിയെടുത്തോ അതേ രീതിയിൽ മറ്റു വഴികളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരയാക്കുകയായിരുന്നു. എന്തായാലും അന്ന് രാഹുലിനെതിരെ അച്ചടക്ക നടപടിയും പാർട്ടി നടപടികളും ഒക്കെ എടുത്ത കോൺഗ്രസ് ഇന്ന് ആ മനുഷ്യനെ തിരിച്ചെത്തിക്കുവാനുള്ള വഴികൾ ഓരോന്നോരോന്നായിട്ട് ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വലിയ സജീവമായി നമ്മളെല്ലാവരും കാണുന്നത് പോലെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ രാഹുൽ ഇല്ലെങ്കിലും രാഹുലുണ്ട്. രാഹുൽ രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട്. രാഹുൽ ഏതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താണോ ആ ഒരു പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായ ഇടപെടലുകളുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് പിണറായി വിജയനെതിരെ സമരം ചെയ്തതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന 100-100ഓളം പേർക്കെതിരെയുള്ള കേസ്, സെക്രട്ടേറിയറ്റ് മാർച്ച്, ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന UDFൻ്റെ പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ കോടതിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. സ്ഥലത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട്, KP അനിൽകുമാറിനെ കണ്ടിട്ടുണ്ട്, അതുപോലെ മറ്റുള്ള പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള കളം കോൺഗ്രസിൽ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്, ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതല്ല, ഒരുക്കുന്നുണ്ട്. കാരണം അങ്ങനെ അങ്ങ് മാറ്റി നിർത്തേണ്ടതല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെത്തിച്ച് അയാൾക്ക് ഒരു കസേര നൽകി ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്ന വ്യാജങ്ങളെ പൊളിച്ചെടുക്കുവാനുള്ള ചുമതല രാഹുലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളത്. ആ ചുമതലയേക്കാൾ വലിയ ചുമതലയിലേക്ക് രാഹുൽ തിരിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ചെത്തുക തന്നെ ചെയ്യും. ഒരു പട്ടാഭിഷേകത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പം അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി, പലരെയും കണ്ടു, പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലരെയും കണ്ടു. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂര് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രളയഘട്ടത്തിൽ അദ്ദേഹം എല്ലാവിധ ഇടപെടലുകളും നടത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സർക്കാരിനെ പ്രതിരോധിക്കാൻ ആ മനുഷ്യനുണ്ട്. സർക്കാരിന് വേണ്ടി, UDF സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യാൻ, UDFന് വോട്ട് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടും ആ മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിനെതിരെ വരുന്ന വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കാൻ ആ മനുഷ്യനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി വേട്ടയാടപ്പെട്ടപ്പോൾ രാഹുലിനൊപ്പം നിന്നവരാ നമ്മളെല്ലാവരും. അങ്ങനെ വേട്ടയാടപ്പെടേണ്ട ഒരു മനുഷ്യനല്ല രാഹുൽ എന്നും നമ്മളെല്ലാവരും വല്ലാതെ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത വ്യക്തികളാണ് നമ്മൾ, അല്ലേ? രാഹുൽ മാങ്കൂട്ടം വേട്ടയിൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ.
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് നടപടി എടുക്കുകയല്ലാതെ വേറെ വഴികൾ ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം വലിയ ഒരു വേട്ടയാടലാണ്. കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചൂസ് ചെയ്തു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ചൂസ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന്? പിണറായി വിജയൻ മറ്റൊരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് രാഹുലിനെ ചൂസ് ചെയ്തു? കാരണം രാഹുലിനെ വളർത്തിയെടുത്തതും വലുതാക്കിയതും രാഹുലിന് കസേരകൾ നൽകിയതും പാർട്ടിയാണ്. ആ പാർട്ടി രാഹുലിനെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് പിണറായി വിജയൻ കരുതിയത്. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ഈസി ആയിട്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ആയുധമായി മാറും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. അവിടെ ഈ ഒരു ചതിക്കുഴി മനസ്സിലാക്കിയ പാർട്ടി എന്ത് ചെയ്തു? പ്രതിരോധിക്കാൻ നിന്നില്ല. ആ പ്രതിരോധിക്കാൻ നിൽക്കാത്തതിന് പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. പക്ഷേ എന്തുകൊണ്ട് തന്നെ പാർട്ടി പ്രതിരോധിച്ചില്ല എന്നുള്ള ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് അയാള് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തു. തന്നെ പാർട്ടി പിടിച്ചു പുറത്താക്കിയപ്പോഴും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തപ്പോഴും ആ മനുഷ്യൻ പാർട്ടിയെ കൈവിട്ടില്ല. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി അയാൾ പണിയെടുത്തു. മാറി നിന്ന് അയാൾ പണിയെടുത്തു. അയാൾ പാർട്ടിയുടെ മുന്നണി പോരാളി ആയിക്കൊണ്ട് തന്നെ തുടരുന്ന കാഴ്ച അതല്ല നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അയാളുടെ ഒരു അഭാവമുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിയുകയും അയാളെ തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്, അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ നോക്കൂ. അയാൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. UDF ഗവൺമെന്റിനെതിരെ ഉയരുന്ന എല്ലാ വ്യാജങ്ങളെയും പൊളിച്ചെടുക്കാൻ അയാളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഇവരുടെ ചർച്ചകൾ, കൃമികീടങ്ങളുടെ സൈബർ ഇടങ്ങളിലെ ചർച്ചകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകൾ, ഈ ചർച്ചകളിൽ എന്തിന് ഇവരുടെ ജില്ലാ സമ്മേളനം, DYFIയുടെ ജില്ലാ സമ്മേളനം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആകാൻ ശ്രമിക്കുകയെന്ന. ആരോട് പറയാ? അശ്ലീലം റഹീമിനോട്. DYFIയുടെ നേതാക്കന്മാരോട് പറയാണ്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആകാൻ ശ്രമിക്കുക. രാഹുലിനുള്ള ഒരു ജനപ്രീതി പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അശ്ലീലം റഹീമിന്റെ മുഖത്ത് നോക്കിയിട്ട് SFIക്കാരൻ പറയാ. അപ്പോൾ രാഹുലിനെ വേട്ടയാടിയവർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ജനപ്രീതി അതിൽ ഒരു പോറലേൽപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം അവർക്കുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണല്ലോ അവര് രാഹുലിനെ ഉദാഹരിക്കുന്നത്. രാഹുലാണ് ചർച്ച. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവരുടെ സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്താ അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ ചർച്ച ചെയ്യുകയേ വേണ്ട. കാരണം അയാൾക്ക് ഓൾറെഡി ഭയങ്കര റീച്ചാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്തിട്ട് കൂടി അയാളെ നമ്മൾ കൂടുതൽ ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ് അവരുടെ ചർച്ച. അവരതിനു വേണ്ടി പല പണികൾ എടുത്തു നോക്കുക. എന്തൊക്കെ പണിയാണ് എടുക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ അത് വിട്. അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തിരിച്ചെത്തിക്കാൻ, ഒരു പട്ടാഭിഷേകത്തിന് ഒരുങ്ങുന്നുണ്ട് കോൺഗ്രസിൽ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾക്കെതിരെയുള്ള കേസ്, ആ കേസ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാതെ അത് മാക്സിമം സ്പീഡാക്കി കോടതിയിലെത്തിച്ച് കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ ശ്രമം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കുവാനുള്ള തീരുമാനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ തീരുമാനമില്ല, ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനമുള്ളത്. അതിനു വേണ്ടിയുള്ള പണികൾ ഒരുങ്ങുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.